ഫേസ്ബുക്ക്, വാട്സപ്പ് അഡിക്ഷൻ ഇന്ന് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അത് നമ്മളിൽ ഒരുതരം നിരാശ, പ്രതിച്ഛായക്കുറവ്, ഉത്കണ്ഠ, ഇത് കുടുംബജീവിതത്തെയും ലൈംഗിക ജീവിതത്തെയും ബാധിക്കുന്നതായി കാണുന്നുണ്ട്. കാരണം നമ്മളിങ്ങനെയുള്ള സൈറ്റുകൾ കാണുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഏകദേശം ന്യൂറോ ഹോർമോണായ ഡോപ്പമൈൻ ധാരാളമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പം ബ്രെയിൻ എപ്പോഴും ഈ ഒരു സർജ് വരുമ്പോൾ ബ്രെയിൻ വീണ്ടും അത് ഓർത്തിരിക്കും. നമ്മളൊരു ന്യൂസ് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു ഡോപ്പമിൻ ഫ്ലഷ് ഉണ്ട്. അതൊരു മനസ്സിന് ഒരു ഡോപ്പമിൻ ഫ്ലഷ് വരും. ആ ബ്രെയിൻ ഈ സർജ് ഓർത്തിരിക്കുകയും വീണ്ടും ആ സർജ് കിട്ടാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജോലിയിലും നമ്മുടെ കുടുംബകാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കുറയും. എവിടെ ഡോപ്പമിൻ ഫ്ലഷ് നമുക്കുണ്ടാകുന്നു വീണ്ടും ബ്രെയിൻ ഓർത്തിരിക്കുക. അത് ചെയ്തപ്പോൾ നമുക്ക് ആ ഡോപ്പമിൻ ഫ്ലഷ് ഉണ്ടായി, വീണ്ടും അത് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആ ഡോപ്പമിൻ ഫ്ലഷ് വരും. ബ്രെയിൻ അതിനോട് ഒരു അഡിക്ഷൻ അങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഉപയോഗം വളരെ ശ്രദ്ധിക്കണം. അത് ഫോൺ മൂവി കാണുക, അല്ലെങ്കിൽ ചാറ്റ് ചെയ്യുക, എവിടെയെല്ലാം ഡോപ്പമൈനാണ് റിലീസ് ചെയ്യുന്നത്. നമ്മൾ ഒരാളുമായിട്ട് ചാറ്റ് ചെയ്യുമ്പോഴും ലൈംഗിക ചുവയുള്ള ചാറ്റിംഗ് ആണെങ്കിൽ ഡോപ്പമൈൻ ഫ്ലഷ് കൂടുതലായിട്ട് വരും. അങ്ങനെയാണ് നമ്മൾ അതിന് അഡിക്ഷൻ ഡെവലപ്പ് ചെയ്യുന്നത്.